സ്വപ്ന സുരേഷിനെതിരായ എഫ്ഐആർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആണ് സ്റ്റേ ചെയ്തത്. അനഘ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അനഘ, സ്വപ്ന സുരേഷിനെതിരായ എഫ്ഐആർ ഹൈക്കോടതി സ്റ്റേ ചെയ്യുമ്പോൾ എന്താണ് കോടതിയുടെ നിരീക്ഷണം? വിജേഷ് പിള്ളയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് കലാപാഹ്വാനം, അതുപോലെ തന്നെ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ഈ ഒരു കേസ് എടുത്തിരുന്നത്. ഈ കേസാണിപ്പോൾ CPM നേതാവായിട്ടുള്ള സന്തോഷ് നൽകിയ പരാതിയിലായിരുന്നു ഈ ഒരു കേസ്. എഫ്ഐആർ ആണ്. ആ ഒരു എഫ്ഐആർ ആണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസാണിത്. ഇതിനാണിപ്പോൾ ഈ ഒരു എഫ്ഐആറിനാണിപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനെയും താറടിച്ചു കാണിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇരുവരും അത്തരത്തിലുള്ളൊരു ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവർ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. നിയമവിരുദ്ധമായി ചില നേട്ടങ്ങൾക്കായി ചില സാമൂഹിക വിരുദ്ധ ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ളൊരു കാര്യത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെയും ഭരണപക്ഷ പാർട്ടിയുടെ അമരക്കാരനെയും മോശമാക്കി കാണിക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ ഇവരെ മോശക്കാരായി ചിത്രീകരിക്കുക എന്നതാണ് ഇത്തരം വെളിപ്പെടുത്തലുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം പരാതികളിലൂടെ കാണിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് മന്ത്രിമാർക്കെതിരെയും നിരന്തരം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും നടക്കുന്നു. സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമല്ല, അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഇവർ സംസാരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സ്വപ്നയ്ക്ക് എതിരായിട്ടുള്ള ഈ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ ആണിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. CPM നേതാവായിട്ടുള്ള സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇത്തരത്തിലൊരു കേസ് ഇവർക്ക് നേരെ നൽകിയിരുന്നത്. ആ എഫ്ഐആർ ആണിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ശരി അനഘ.